ഇറാനെ ഇന്ത്യ ഒരു സുഹൃത്ത് രാജ്യമായിട്ടാണ് കാണുന്നത്. ഇന്ത്യക്കാരും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇറാന്റെ പ്രസിഡന്റ് മിക്കവാറും ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. ഇറാനിലുള്ള ചാബഹാർ തുറമുഖം ഇന്ത്യയാണ് കൺട്രോൾ ചെയ്യുന്നത്. സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിൽ ഒരു ഗേറ്റ് വേ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഇറാനിലുള്ള ഈ ഒരു പോർട്ടാണ്. ചൈനയുടെയും പാകിസ്ഥാന്റെയും എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇറാൻ നമുക്ക് ആ ഒരു പോർട്ട് അതിന്റെ നടത്തിപ്പ് അവകാശം നൽകിയത്. ഇതൊക്കെ നമുക്കറിയാം. ഇറാനെ നമ്മൾ ഇപ്പോഴും ഒരു ശത്രുവായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരായ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇറാൻ അന്ന് പരസ്യമായി എടുത്തത് ഒരു നിഷ്പക്ഷ നിലപാടായിരുന്നു. പാകിസ്ഥാനുമായും ഇന്ത്യയുമായും സംസാരിക്കുകയും ഇടപെടാൻ തങ്ങൾ തയ്യാറാണ്, നമുക്ക് യുദ്ധം പരിഹാരമല്ല, ചർച്ചകളിലൂടെ പരിഹരിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് മധ്യസ്ഥത വഹിച്ച ഇറാൻ പക്ഷേ യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയായിരുന്നുവെന്നാണ് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഏറ്റുമുട്ടലിനിടെ പാകിസ്ഥാന് ഇറാൻ ശക്തമായ പിന്തുണ നൽകിയിരുന്നുവെന്ന് പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള ഇഷാഖ് ദാർ അവകാശപ്പെട്ടിരിക്കുകയാണ്. ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചുള്ള ഔദ്യോഗികമായ വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ട് നാഷണൽ അസംബ്ലിയിൽ സമർപ്പിച്ച രേഖാമൂലമുള്ള മറുപടിയിലാണ് ഇദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശക്തമായ ഒരു സൈനിക നടപടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വ്യോമാക്രമണങ്ങൾ ഉണ്ടായി. ഇന്ത്യ ശക്തമായ ആക്രമണം പാകിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാവുന്നത് തുർക്കിയുടെ സഹായം പാകിസ്ഥാന് കിട്ടിയിട്ടുണ്ട്. തുർക്കിയുടെ ചില വലിയ വിമാനങ്ങൾ, ചരക്കുകൾ കൊണ്ടുവരുന്ന വിമാനങ്ങൾ, ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായിട്ട് പാകിസ്ഥാനിൽ വന്നു എന്നതിന് ആ സമയത്ത് ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നു. ചൈന പാകിസ്ഥാനെ സഹായിക്കുമെന്നത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടും ടെക്നോളജി കൈമാറിക്കൊണ്ടും ഈ പറയുന്ന ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറിക്കൊണ്ട് സാറ്റലൈറ്റ് ഇമേജസ് പങ്കുവെച്ചുകൊണ്ട് സാറ്റലൈറ്റ് വിവരങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടൊക്കെ ചൈന പാകിസ്ഥാനെ എന്തായാലും സഹായിക്കും. പക്ഷെ നമുക്കറിയാത്ത, നമ്മൾ സുഹൃത്തെന്ന് ധരിച്ചിരുന്ന ഒരു രാജ്യം കൂടി പാകിസ്ഥാനെ സഹായിച്ചു എന്ന് പാകിസ്ഥാൻ തന്നെ പറയാണ്. ഏത് തരത്തിലുള്ള സഹായമാണ് കൊടുത്തത് എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഈ ഇറാന്റെ ഈ സ്ട്രോങ് സപ്പോർട്ട് ഏത് തരത്തിലാണ്? ആയുധങ്ങൾ കൈമാറിയിട്ടുണ്ടോ? ഡ്രോണുകൾ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടോ? മിസൈലുകൾ കൊടുത്തിട്ടുണ്ടോ? ഏത് തരത്തിലാണ് ഇറാൻ സഹായിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പാർലമെന്റിലാണ് ഈ ഒരു കാര്യം പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള ബന്ധം ഗണ്യമായി മെച്ചപ്പെടുകയാണ് ഉണ്ടായത് എന്നാണ് ഇഷാഖ് ദാർ പ്രസ്താവിച്ചിരിക്കുന്നത്. ഇറാൻ നൽകിയ പിന്തുണയെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഏറ്റുമുട്ടലിന്റെ സമയത്ത് ഇറാൻ പാകിസ്ഥാന് ശക്തമായ പിന്തുണ നൽകി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ പിന്തുണ നയതന്ത്രപരമായിട്ടാണോ, രഹസ്യാന്വേഷണപരമായിട്ടാണോ, സൈനിക തലത്തിലുള്ളതാണോ എന്ന് വ്യക്തമാക്കിയിട്ടുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൗരവമുള്ള ഒരു വിഷയമാണ്. നയതന്ത്ര തലത്തിൽ ഇറാൻ ഇപ്പൊ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കതൊരു വലിയ വിഷയമൊന്നുമല്ല. കാരണം ഇപ്പൊ നമുക്ക് മുൻപും അറിയാം, കാശ്മീർ വിഷയത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് പാകിസ്ഥാൻ അനുകൂലമായിട്ട് പലപ്പോഴും പ്രതികരിക്കുകയും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇറാനും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാൻ പാകിസ്ഥാനെ സഹായിച്ചു എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും തോന്നേണ്ടതുമില്ല. കാരണം മുൻകാലങ്ങളിൽ 1965, 71 കാലങ്ങളിൽ നടന്ന യുദ്ധങ്ങളിൽ നിരന്തരമായിട്ട് ഇറാൻ പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട്. അത് പണം കൊടുത്ത്, എണ്ണ കൊടുത്ത്, ആയുധം കൊടുത്ത്, രഹസ്യാന്വേഷണ വിവരം കൊടുത്തൊക്കെ സഹായിച്ചിട്ടുണ്ട്. അന്ന് അമേരിക്കയും ഇറാനും പാകിസ്ഥാനും ഒക്കെ ഒറ്റ ടീമായിരുന്നു. പിന്നീട് ഇസ്ലാമിക് റവല്യൂഷൻ ഇറാനിൽ നടക്കുകയും രാജഭരണകൂടം താഴെ പോവുകയും ചെയ്യുന്നു. തുടർന്ന് പുതിയ ഭരണകൂടം ഇറാനിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇറാനും അമേരിക്കയുമായിട്ടും ഇറാനും പാകിസ്ഥാനുമായിട്ടും ഒരു അകൽച്ച ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായി പരിശോധിച്ചാൽ ഈ ബന്ധം പലപ്പോഴും ഊഷ്മളമായി വളർന്നിട്ടുമുണ്ട്, വളരെ വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുമുണ്ട്. പാകിസ്ഥാൻ ഇറാന്റെ അതിർത്തി കടന്ന് ആക്രമണം നടത്തിയ സംഭവങ്ങളുണ്ട്, ഇറാൻ തിരിച്ചടിച്ച സംഭവങ്ങളുണ്ട്. അതേസമയം തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾ എന്നൊരൊറ്റ ഒരു ബ്രാക്കറ്റിനകത്ത് 2 കൂട്ടരും പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മുൻകാലങ്ങളിലെ യുദ്ധങ്ങളിലെല്ലാം പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട് ഇറാൻ എന്ന വസ്തുത നിലനിൽക്കെ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അവർ സഹായിച്ചു എന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി തന്നെ പറയുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഇവിടെ ഉയരുന്ന ചോദ്യം വിശ്വസിക്കാൻ കൊള്ളാവുന്ന സുഹൃത്താണോ ഇറാൻ എന്നതാണ്. ഇന്ത്യയും ഇറാനും തമ്മിൽ ഒരുപാട് നയതന്ത്ര ബന്ധങ്ങളുണ്ട്. ഇന്ത്യ ഇറാനിലെ ഒരു പോർട്ട് നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട്, ഒക്കെയാണ്. പക്ഷെ അപ്പോഴും ഇതിന്റെ പിന്നാമ്പുറത്തുകൂടി ഈ ഇസ്ലാമികം എന്ന ഒറ്റ ഒരു വിഷയത്തിൽ
പാകിസ്ഥാനും ഇറാനും ഇന്ത്യക്കെതിരായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നതൊരു ഗൗരവമുള്ള വിഷയമാണ്. ഇതിനിടയിൽ ഈ മക്ക ഉടമ്പടിയിലേക്ക് ഈ ഇറാനെ കൂടി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പാകിസ്ഥാൻ നടത്തി എന്നുള്ള വാർത്തകളും വന്നിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒറ്റയ്ക്കാണ് പാകിസ്ഥാനെ നേരിട്ടത്. നമുക്ക് ഒരു ഗോഡ് ഫാദറിന്റെ ആവശ്യമില്ല. നമ്മൾ വഴി വെട്ടി വന്നതും ഒറ്റയ്ക്കാണ്, മുന്നോട്ട് പോകുന്നതും ഒറ്റയ്ക്കാണ്. പാകിസ്ഥാന് ചിലപ്പോൾ ഇറാന്റെ സപ്പോർട്ട് വേണമായിരിക്കും, തുർക്കിയുടെ സപ്പോർട്ട് വേണമായിരിക്കും, ചൈനയുടെ സപ്പോർട്ട് വേണമായിരിക്കും, അമേരിക്കയുടെ സപ്പോർട്ട് വേണമായിരിക്കും. ഇന്ത്യ ആരുടെയും സഹായം ചോദിച്ച് എവിടെയും പോയിട്ടില്ല. ഇന്ത്യ ഒറ്റയ്ക്കാണ് ഈ കാര്യങ്ങൾ നേരിട്ടിട്ടുള്ളത്. പക്ഷേ എങ്കിലും നമ്മൾ സുഹൃത്തെന്ന് കരുതിയ ഒരു രാജ്യം കൂടെ നിന്ന് നമ്മളെ വഞ്ചിച്ചോ എന്ന സംശയം സ്വാഭാവികമായിട്ട് എല്ലാ ഇന്ത്യക്കാരുടെയും മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. ഇറാന് വേണ്ടിയിട്ട് ഇവിടെ വലിയ രീതിയിൽ ശബ്ദം ഉയർത്തിയ ഒരുപാട് പേരുണ്ട്. ഈവൻ ഞാൻ പോലും പല വീഡിയോകളിലും ഇറാനെ പിന്തുണച്ച് വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമാണല്ലോ ഇറാൻ, ഒരു പരമോന്നത ഒരു രാജ്യമാണല്ലോ ഇറാൻ. അങ്ങനെ ഒരു പരമാധികാര രാജ്യത്തെ ഒരു രാജ്യം അനധികൃതമായിട്ട് കടന്നു കയറി ആക്രമിക്കുന്നതിനെ ഒരിക്കലും പിന്തുണയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പലപ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് കൂടി സംസാരിച്ചിട്ടുണ്ട്. കാരണം അമേരിക്കയുടെയും യഥാർത്ഥ മുഖം നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇറാനെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകൾ ഇന്ത്യക്കകത്ത് സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോഴും പിന്തുണയ്ക്കുന്നവരുണ്ട്. സോ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ്, ഇത് ശരിക്കും സത്യമാണെങ്കിൽ ഇറാൻ കൂടെ നിന്ന് നമുക്കിട്ട് പണി തരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇറാന്റെ പിന്തുണ പാകിസ്ഥാനൊപ്പമാണോ എന്നതൊരു ഗൗരവമുള്ള വിഷയമാണ്. നിഷ്പക്ഷമായിട്ട് നിൽക്കാൻ ഇറാന് കഴിയുന്നില്ലേ? വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണത്. ഇതോടൊപ്പം തന്നെ അതേ സമയത്ത് ഇതിന്റെ ഒരു വശം കൂടി നമ്മൾ കാണണം. പാകിസ്ഥാൻ മനഃപൂർവ്വം ഇന്ത്യ ഇറാൻ ബന്ധത്തെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നീക്കമാണോ ഇത്? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിലൂടെ ഇന്ത്യക്കും ഇറാനും ഇടയിലുള്ള വിശ്വാസത്തെ തകർക്കുക എന്ന ഉദ്ദേശം പാകിസ്ഥാനുണ്ടോ? കാരണം പാകിസ്ഥാൻ ആത്യന്തികമായിട്ട് അമേരിക്കയുടെ കൂലിപ്പട്ടാളമാണ്. അമേരിക്കയുടെ എച്ചിൽ നിന്ന് കഴിയുന്ന കുറെ ആളുകളുടെ നിയന്ത്രണത്തിലുള്ള രാജ്യമാണ്. പാകിസ്ഥാനിലെ ജനങ്ങൾ അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. എല്ലാ ജനങ്ങളും അമേരിക്കയുടെ അടിമകളൊന്നുമല്ല. പക്ഷേ അവിടെയുള്ള പട്ടാളം, ഭരണത്തിലിരിക്കുന്ന ഒരു വലിയ വിഭാഗം പേര് അമേരിക്കയുടെ എച്ചിൽ നിന്നവരാണ്. സോ അവർക്ക് ഒരു പക്ഷേ ഇന്ത്യ ഇറാൻ ബന്ധത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ അവർ ശ്രമിക്കുന്നതാണോ എന്ന സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ. പക്ഷേ ഇറാൻ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തുതരം സഹായമാണ് പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇറാൻ ചെയ്തു കൊടുത്തത് എന്ന കാര്യത്തിൽ അവർ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഇന്ത്യക്കാരുടെ മനസ്സിൽ ഇറാനോടുള്ള കാഴ്ചപ്പാടിൽ വലിയ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. കൂടുതൽ അപ്ഡേറ്റുമായി വീണ്ടും കാണാം.